ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു രണ്ടും കൽപ്പിച്ച് തന്നെ ചിന്മയെയും അർച്ചനയും തമ്മിൽ തെറ്റിക്കാനായിട്ടും അമ്മയ്ക്കും മകൾക്കും ശത്രുത തമ്മിൽ വർദ്ധിപ്പിക്കാനായിട്ടും ഓരോ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രലേഖയുടെ ആവശ്യപ്രകാരം അവരെ തമ്മിൽ പിരിപ്പിക്കാനായിട്ട് ഓരോ ക്രയവിക്രയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ട് നമ്മുടെ ചിന്മയെ ഓരോന്ന് പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. നിൻ്റെ അമ്മ ഈ കാണിക്കുന്നത് വെറും അഭിനയമാണ്, നിൻ്റെ അച്ഛനെ തോൽപ്പിക്കാനുള്ള വാശിയാണ് നിൻ്റെ അമ്മയ്ക്ക്, അതല്ലാതെ നിന്നോടുള്ള യഥാർത്ഥ സ്നേഹമൊന്നുമല്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ചിന്മയ്ക്ക് ഒരുപാട് ദേഷ്യവും വരുന്നുണ്ട്. പിന്നീട് ഇന്നത്തെ പ്രൊമോ റിവ്യൂവിൽ കാണിക്കുന്നത് വിജയ് ശങ്കർ നമ്മുടെ ചിന്മയെ കാണാനായിട്ട് വരുന്നുണ്ട്. അച്ഛൻ എന്താ ഇവിടെ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്മയെ ചോദിക്കുന്നുണ്ട്. മോളെ, ഞാൻ നിന്നെ ഒരു സ്ഥലം വരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വന്നതാണ്, പക്ഷേ നിൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ സമ്മതിക്കില്ല എന്തായാലും അച്ഛനോടൊപ്പം വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ നീ അമ്മ അറിയാതെ വന്നാൽ മതി, എന്തായാലും ഞാൻ നിന്നെ വൈകിട്ട് തന്നെ കൊണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി അച്ഛാ എന്നൊക്കെയുള്ള രീതിയിൽ സമ്മതം കൊടുക്കുന്നുമുണ്ട് വിജയ് ശങ്കറിന്. അങ്ങനെ വിജയ് ശങ്കർ സന്തോഷത്തോടെ മടങ്ങുന്നുണ്ട്. പിന്നീട് മഞ്ജുവിനോട് പോയി ചിന്മയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛൻ വന്നിരുന്നു, എന്നെ ഒരു സ്ഥലം വരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമ്മായി ഇത് ആരും അറിയാതെ ഒന്ന് നോക്കണം, എന്നെ എങ്ങനെയെങ്കിലും അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് കേട്ട് മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അർച്ചനയ്ക്കെതിരെ മകളെ തിരിപ്പിക്കാനുള്ളൊരു സാഹചര്യം കിട്ടി, ഒത്തു വന്നിട്ടുണ്ട്. എന്തായാലും മോളുടെ കൂടെ ഞാനുണ്ട്, ആരും ഇവിടെ ചോദിക്കാനും പറയാനും വരില്ല. അമ്മ എത്തുമ്പോഴത്തേക്കും മോൾ തിരിച്ചെത്തിയെന്നൊക്കെ എന്നാൽ മതി, അമ്മയെ ഇത് അറിയിക്കേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അന്ന് രാത്രി ചിന്മയ്ക്ക് കിടന്ന ഉറക്കം വരുന്നില്ല. അർച്ചന കെട്ടിപ്പിടിച്ച് കിടക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അമ്മയെ ചതിക്കുകയാണല്ലോ, അമ്മയോട് പറയാതെ പോകുന്നത് മോശമാണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. എങ്കിലും ചിന്മ അത് അർച്ചനയെ അറിയിക്കാതെ തന്നെ വിജയശങ്കറിനോടൊപ്പം പോകുന്നുണ്ട്. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ അർച്ചന കോടതിയിൽ നിന്ന് രാത്രി എത്തുമ്പോൾ ചിന്നു എന്ന് വിളിക്കുന്നുണ്ട്. ചിന്നു വിളി കേൾക്കാനായിരിക്കുമ്പോൾ മഞ്ജുവും വന്ന് ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. അയ്യോ, അർച്ചന ചേച്ചി വന്നല്ലോ, ചിന്മയ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ആകെ പെട്ടുപോകുമല്ലോ, കള്ളക്കളികൾ പൊളിയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ ആകെ ആശങ്കപ്പെടുന്നുണ്ട്. അങ്ങനെ ചിന്നു ഇതുവരെ എത്തിയിട്ടില്ല എന്ന രീതിയിൽ അറിയിക്കുമ്പോൾ അർച്ചന ആകെ ടെൻഷൻ ആവുന്നുണ്ട്. അയ്യോ, ചിന്നു എവിടെ പോയി, ഇത്ര നേരമായിട്ട് എവിടെ കാണാനില്ലല്ലോ, ആരോട് ചോദിച്ചിട്ട് അവൾ പുറത്തേക്ക് പോയത്, ആരുടെ കൂടെ പോയത് എന്നൊക്കെയുള്ള രീതിയിൽ മുറവിളി കൂട്ടുന്നുണ്ട്. അങ്ങനെ ഇതിനൊന്നും ഉത്തരം പറയാൻ കിട്ടാതെ മഞ്ജു ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുന്നുണ്ട്.